ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡേ 5 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 3 ദിവസം കൂടെ ഉള്ളൂ അല്ലേ? ഇന്നും കൂടി കൂട്ടിയിട്ട് 3 ദിവസം. അപ്പോൾ ഇന്ന് മടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് മൺഡേ ആണ്. അപ്പോൾ മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എണീക്കണം, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. അപ്പോൾ ഇതാണ് വെയിറ്റ് 84.25. ഇന്നലത്തേനേക്കാളും ഒരു 300 ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ ടോട്ടൽ 2.25 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മുറ്റത്തുനിന്ന് പത്രമൊക്കെ ഇങ്ങനെ എടുത്ത് വരുമ്പോഴുള്ള കാഴ്ചയാണ്. സുജി ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സുജി ഇന്നലെ ഓഫ് റോഡിന് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. വണ്ടീൻ്റെ അധോഗതി അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് വാഷ് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ടാവും എന്തായാലും. നല്ല പരിതാപാവസ്ഥയുണ്ട്. ഇതിലും നല്ല അവസ്ഥയാവാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ. അപ്പോൾ രാവിലെ തന്നെ എന്തോ ഒരു മൂഡിലാണ്. ഏത് ഡോറാ തുറക്കേണ്ടത് ഫ്രിഡ്ജിൻ്റെ എന്ന് പോലും അറിയണില്ല. അപ്പോൾ ഞാനിന്ന് മക്കൾക്ക് പനീർ കറിയും ചപ്പാത്തി ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് മക്കളോട് ചോദിക്കും എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയാൽ അവർ കഴിക്കൂല കേട്ടോ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ എങ്ങനെയാണ് പനീർ കറി ഉണ്ടാക്കേണ്ടതെന്നുള്ള ശരിയായ രൂപമൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിലാണ് സാധാരണ ഒരു ചിക്കൻ കറി വെക്കുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുക. പക്ഷേ എൻ്റെ മക്കൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവർ നന്നായിട്ട് കഴിക്കും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഒരു ചെറിയൊരു ഉള്ളി അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിക്കും. ഞാൻ ചതക്കുന്നതിന് പകരം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിക്കുക. കാരണം കറിയിൽ ഇങ്ങനെ വെളുത്തുള്ളി കടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മുറിക്കുകയാണ് ചെയ്യാം. പിന്നെ ഒരു തക്കാളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് മൊത്തത്തിൽ ഞാൻ എണ്ണയിലേക്ക് അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുക. രാവിലെ പിന്നെ മൊത്തത്തിൽ തിരക്ക് പിടിച്ച ആ ഒരു സമയമായതുകൊണ്ട് ഇങ്ങനെ ആദ്യം ഉള്ളി വഴട്ടി അതിലേക്ക് തക്കാളി ഇട്ട് മൊത്തത്തിൽ വഴട്ടി അങ്ങനെയുള്ള ഒരു ടൈമൊന്നും എനിക്ക് അധിക ദിവസം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിലങ്ങോട്ട് വഴട്ടി അങ്ങനെയായിരിക്കും എൻ്റെ അധിക ദിവസവും എനിക്കുണ്ടാവുക. അപ്പോൾ ഞാനെല്ലാം കൂടെ ഇട്ട് വഴട്ടി ഞാനൊന്ന് മൂടി വെക്കും കേട്ടോ. അപ്പോൾ അതൊന്നും ഇതിൽ കാണിച്ചില്ല. എനിക്ക് വീഡിയോ എടുക്കാനെന്നുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇടുന്നത്. എന്നാൽ പിന്നെ അധികം എരിവും ഉണ്ടാവില്ല, എന്നാൽ നല്ലൊരു കളറും ഉണ്ടാവും. അപ്പോൾ അതാണ് ഇടുന്നത്. പിന്നെ ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടിയിട്ട് അതിലേക്ക് നേരിയ ചൂടുവെള്ളം ഞാൻ അപ്പുറത്ത് കെറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചിട്ട് അതിലേക്ക് പനീർ ഇടും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേറെ രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പനീർ കറിയൊക്കെ ഉണ്ടാക്കുക. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുമല്ല. മക്കൾ പനീർ കറി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനിതാ ഇങ്ങനെ പനീർ കറി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ പനീർ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അങ്ങനെ ഫ്രോസനായിട്ട് കിട്ടില്ല, അത് ഞാൻ വാങ്ങി വെക്കാറാണ് ചെയ്യൽ. അപ്പോൾ അത് ഫ്രീസറിൽ ഇങ്ങനെ സ്റ്റോക്കാക്കി ഞാൻ വെക്കും കേട്ടോ. മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനീർ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇത് മക്കളെ ഫേവറേറ്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ റെയ്നുവിൻ്റെ, അതായത് മൂത്ത മോൻ്റെ ഫേവറേറ്റ് കറിയാണ്. അപ്പോൾ അപ്പുറത്ത് ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ചോക്കോസാണ്. ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലഞ്ചിനാണ് മക്കൾക്ക്, ടിഫിനിലാണിത് ചപ്പാത്തിയും പനീർ കറിയും കൊണ്ടുപോകാനാണ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി കഴിച്ച നട്ട്സിൻ്റെ പാത്രമൊക്കെ ഉണ്ട്. രാത്രി അത്രയും ഉറക്കം വന്നപ്പോൾ അതൊന്നും അവിടുന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോഴാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ സ്നാക്സിൽ അവർക്ക് നല്ല കേട്ടോ. ഇന്ന് ഒരാളെ പോകുന്നുള്ളൂ. ചെറിയ ആൾക്ക് ഇന്നൊരു ചെറിയൊരു പനി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് സ്കൂളിലൊന്നും പറഞ്ഞയക്കുന്നില്ല. ചുമ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പേടി, ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും മാറി കിട്ടൂല. അപ്പോൾ ഒരു ടെൻഷൻ. അപ്പോൾ ഇന്ന് ഒരാളുള്ളൂ. അപ്പോൾ ഒരു ടിഫിനൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഒരു
ഒരാളെ ടിഫിന് പാക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. അതാ പനീർ കറിയും ചപ്പാത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. ന്യൂട്ടലും ബ്രെഡുമാണ് സ്നാക്കിൽ ആക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഹസ്ബൻഡാണ് മക്കളെ ഡ്രോപ്പ് ചെയ്യണത്. ഹസ്ബൻഡ് എന്തെങ്കിലും തിരക്കിലോ കാര്യങ്ങളിലോ എവിടെയും പോയിക്കുമ്പോഴൊക്കെയാണ് ഞാൻ ആക്കി കൊടുക്കൽ കേട്ടോ മക്കളെ. അപ്പോൾ ഇതാ ചെറിയ ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. സ്കൂളിൽ പോവാത്തതിൻ്റെ ഒരു സന്തോഷം ആളെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഒരു ഇതിലേക്ക് കടന്നിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ അത്തിപ്പഴമാണ് കഴിക്കുന്നത്. തലേന്ന് കുതിർത്തിയിട്ട് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ടപ്പോൾ കഴിച്ചിട്ടുണ്ട്. ഒരു 8:30 ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ സമയം. ഒരു മൂന്ന് അത്തിപ്പഴമാണ് ഞാൻ എന്നും ഇടാറ്. ഒരു 3 കഴിക്കും. ചില ദിവസം 2 ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ 2 അങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് വാഷിംഗ് യൂണിറ്റിൽ നിന്ന് ആൾ വരുന്നിട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ടോട്ടോനെ തുറന്ന് വിട്ടപ്പോൾ ഞങ്ങളെ കണ്ണ് തെറ്റിച്ച് അവന് വീട്ടിൻ്റെ അകത്ത് കയറി ഞങ്ങൾ ലിവിങ് റൂമിൽ നിന്ന് ഞങ്ങളെ സോഫയത്ത് പില്ലോ കട്ട് കൊണ്ടുപോയി പുറത്ത് ഗാർഡനിൽ കൊണ്ടുപോയി ചളിയിൽ കൊണ്ടുപോയി മുക്കിയിട്ടു കേട്ടോ. അപ്പോൾ അതിന് ഹസ്ബൻഡ് ചീത്ത പറയാണ് അവനെ. അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടി പോയപ്പോൾ വണ്ടി മുന്നിലുള്ള ചളിയാണ് കേട്ടോ മൊത്തം വീട് മൊത്തം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ മുറ്റത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണിത്. 2 മുട്ട ഒരു ഒനിയനും ഇട്ടിട്ട് കുറച്ച് സ്ക്രാമ്പിൾ ചെയ്തതാണ്. പിന്നെ ഒരു പേരക്ക കേട്ടോ. അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. വീട്ടിൽ പുട്ടും ചപ്പാത്തിയും ഉണ്ട് രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി. പിന്നെ ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാനിതാ സൂംബ വർക്കൗട്ടിന് പോകുന്നുണ്ട്. ഇപ്പോൾ മുടങ്ങാണ്ട് പോകാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10:30 മണിക്ക് പോയിട്ട് ഒരു 10:45 അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 11:45 12 ആകുമ്പോൾ അവിടെ തീരും കേട്ടോ. അപ്പോൾ ഞാനൊരു 12 ആകുമ്പോൾ 12:15 ആകുമ്പോൾ ഞാൻ വീടെത്തും. അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ഇറങ്ങും. അപ്പോൾ ഹസ്ബൻഡ് ഡ്രോപ്പ് ചെയ്ത് തരാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ സൂംബൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വാട്ടർമെലനാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ അങ്ങനെ ഉറക്കം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡയറ്റിന് അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട് കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഭയങ്കര എമൗണ്ട് ഫുഡ് കുറക്കല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ഇതാ ഞാൻ ലഞ്ച് കഴിക്കുകയാണ്. ലഞ്ച് ഇന്ന് ഞാൻ പറഞ്ഞില്ല കുറച്ച് മടി പിടിച്ച ദിവസമാണ്. എനിക്കായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഒരു എഗ്ഗ് എടുത്ത് ബോയിൽ ചെയ്തു. അതിനോടൊപ്പം തന്നെ വീട്ടിൽ ചിക്കൻ പൊരിച്ചതും മോരുകറിയായിരുന്നു. ആ മോരുകറിയിൽ നിന്ന് കുറച്ച് ഇളവനും ഒരു ചിക്കൻ പൊരിച്ചതും എടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ മോനെ കൂട്ടിയതൊക്കെ ഹസ്ബൻഡിൻ്റെ അനിയനുണ്ടായിരുന്നു. അപ്പോൾ അവനാണ് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനൊക്കെ തിരിച്ച് വന്നപ്പോൾ ഇതാ എൻ്റെ റൂമിലെ കുറച്ച് കാർപ്പൻ്റ് വർക്ക് നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ വർക്കൊക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റൂം ഫ്രീ ആയി. പക്ഷേ അപ്പുറത്തെ റൂമിലൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല പൊടിയുണ്ട്. ഇതൊക്കെയാണ് ചെയ്ത് തീർത്തത്. നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ക്ലീനിങ് വർക്ക് നടക്കുകയാണ് കേട്ടോ. ഞങ്ങളൊക്കെ ക്ലീനിങ് ചെയ്യുകയാണ്. അപ്പോൾ അവൻ ക്ലീനൊക്കെ ചെയ്ത് തരികയാണ് കേട്ടോ. നല്ല പൊടിയുണ്ട്. അപ്പോൾ ഞങ്ങളിത് ക്ലീൻ ചെയ്യട്ടെ. വാക്വം ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു 7:30 ഒക്കെ ആയപ്പോൾ ഞാൻ ഓട്സ് ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഓട്സിൽ കുറച്ച് റോബസ്റ്റയാണ് കേട്ടോ ഇട്ടത്. കുറച്ചല്ല, ഒരു ചെറിയ റോബസ്റ്റ കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഹണി ഒന്നും ചേർത്തില്ല. റോബസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അതിങ്ങനെ കടിക്കുമ്പോൾ നമുക്കൊരു മധുരം കിട്ടുമല്ലോ, അത് മതിയെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ ഒരു ഡയറ്റ് നമ്മൾ കുറേ കാലം ഇങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. മാക്സിമം ഒരു 14 ഡേയ്സ്, അതിൽ കൂടുതൽ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കുറയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകാൻ പാടില്ല.
കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 14 ഡേയ്സ് ചെയ്തിട്ട് പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീണ്ടും ചെയ്യാനുള്ള കുഴപ്പമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം, അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ 5 എഗ്ഗിൽ കൂടുതൽ എടുക്കാൻ പാടില്ല കേട്ടോ ഒരു ദിവസം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കിയിട്ട് ചെയ്യണം. പിന്നെ ഇതാ ഈവനിങ് എല്ലാം ക്ലീൻ ചെയ്തിട്ടതായിരുന്നു. ചേച്ചി അടിച്ചു വാരി തുടച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ അവൻ ഫുള്ള് വാക്യൂം ചെയ്തൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ ക്ലീൻ ആയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ളൊന്ന് ഒന്നും കൂടെ ഒന്ന് തട്ടി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടാൽ ഇന്ന് രാത്രി ഇവിടെ തന്നെ കിടക്കാം. അപ്പോൾ അപ്പുറത്തെ റൂം, ഞങ്ങൾ ഇതുവരെ കിടന്ന അപ്പുറത്തെ റൂം, അവിടെ കുറച്ച് പണിയുണ്ട്. അപ്പം നാളെ പണിക്കാർ വന്നാൽ അവിടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ കിടന്നില്ലെങ്കിൽ നാളെ പണിക്കാർ വന്നാൽ ഞങ്ങൾ രാവിലെ തന്നെ ചാടി എഴുന്നേൽക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 അലമാര ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. പിന്നെ മാത്രമല്ല അലമാരിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കബോർഡ് പോലെ ഇങ്ങനെ ഷെൽഫ് പോലെ വെപ്പിച്ചതാണ് കേട്ടോ. എന്നാൽ ഈ സൂട്ട് കേസ്, എന്തെങ്കിലും ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ മുകളിലേക്ക് ഇങ്ങനെ വെക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഒക്കെ ഒന്ന് കവർ ചെയ്തതാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ താഴെയുള്ള ബെഡും ഒക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി. അപ്പോൾ ഇതാ ഈ ഒരു അലമാര ഉണ്ടാക്കി, ഇപ്പുറത്തെ സൈഡിലും അലമാര ഉണ്ടാക്കി. ഇതാ ഈ മുകളിലുള്ളതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതും അപ്പുറത്തെ റൂമിലുണ്ടാക്കി. ഇതാണ് പഴയ അലമാര കേട്ടോ. അപ്പോൾ അത് ഇനി ഒഴിവാക്കാണ്. അപ്പോൾ അതാ സുജിയൊക്കെ വന്നു. ഇനി ഒന്നുമില്ല പ്രത്യേകിച്ച്. സുജി വന്ന് കുളിച്ച് സുജിക്ക് ഫുഡൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ച് ഞങ്ങൾ നേരെ കിടന്നുറങ്ങും. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ നാളെ ഡേ 6 ആണ്. അപ്പോൾ വെയിറ്റൊക്കെ നോക്കിയിട്ട് അടുത്ത നാളെ എന്തൊക്കെയാണ് കഴിക്കുന്നതിനുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ബൈ.